കാസർഗോഡ് കാറൊടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി തട്ടിപ്പ് കേസിൽ കസ്റ്റഡിയിലെടുത്ത CCTVയിലെ ദൃശ്യങ്ങൾ പോലീസ് ഇന്ന് പരിശോധിക്കും. സൊസൈറ്റി ജീവനക്കാരെ ചോദ്യം ചെയ്യുകയും ചെയ്യും. പ്രതിയായ ബാങ്ക് സെക്രട്ടറി K. രതീശൻ പണം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപിച്ചെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന സൂചന. കാസർഗോഡ് നിന്ന് അരുൺ പാറക്കൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. പറയൂ അരുൺ. ഗുഡ് മോർണിംഗ്. ഈ 13-ാം തീയതിയാണ് ഈ കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട പരാതി ഈ അടൂർ പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുന്നത്. ഈ ബാങ്കിൻ്റെ പ്രസിഡന്റായ സൂപ്പി തന്നെയാണ് ബാങ്ക് ജീവനക്കാരെയും അതുപോലെ തന്നെ ബാങ്ക് ഭരണസമിതിയെയും ഒന്നാകെ പറ്റിച്ചുകൊണ്ട്, നിക്ഷേപകരെയൊക്കെ പറ്റിച്ചുകൊണ്ട് ബാങ്ക് സെക്രട്ടറിയായ K. രതീശൻ ഈ പണം തട്ടി, വ്യാപകമായി പണം തട്ടിയെടുത്തു എന്നൊരു പരാതി അടൂർ പോലീസ് സ്റ്റേഷൻ നൽകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുന്നത്. പക്ഷേ അതിന് മുന്നേ തന്നെ ഈ K. രതീശന് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള സൗകര്യം ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും പോലീസ് ഇപ്പോൾ അന്വേഷണമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ബാങ്കിൽ നിന്ന് 5 CCTVകളാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഈ CCTVയിൽ ഈ ബാങ്കിൽ നിന്ന് പട്ടാപ്പകൽ സ്വർണം കടത്തുന്നതും അതുപോലെ തന്നെ ഈ വ്യാജരേഖ ചമച്ച് ഈ പണം തിരിമറി നടത്തുന്നതുമൊക്കെ ഈ CCTVകളിൽ പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. എന്തായാലും ടെക്നീഷ്യൻ എത്തും, ഈ 5 CCTVകളും പരിശോധിക്കുമെന്ന് പോലീസ് ഉറപ്പ് നൽകുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ ബാങ്കിൽ നിന്നുള്ള വിവരങ്ങൾ, ഡോക്യുമെൻറ്റുകൾ സീസ് ചെയ്യുന്നത് പോലീസ് ഇപ്പോഴും തുടരുകയാണ്. ഈ പ്രതി എവിടെയാണ് എന്ന കാര്യത്തിൽ കൃത്യമായൊരു ധാരണ ഇതുവരെയും പോലീസിന് ഇല്ല. കർണാടകത്തിലുണ്ട്, ബംഗളൂരുവിലുണ്ട് ഈ പ്രതി. ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഒളിവിൽ കഴിയുകയാണെന്നൊരു വിവരമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക സംഘം, അടൂർ CIയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഈ പ്രതിക്ക് പിന്നാലെ തന്നെ ഉണ്ട്. പ്രതി നിരീക്ഷണത്തിലാണെന്ന് പോലീസ് പറയുന്നു. ഒപ്പം മറ്റൊരു കാര്യം, ബാങ്ക് ജീവനക്കാരെ ഇന്ന് ചോദ്യം ചെയ്യും. ഭരണസമിതി അംഗങ്ങളെ 11 ആളുകളാണ് ഈ ഭരണസമിതിയിലുള്ളത്. ഈ ഭരണസമിതി അംഗങ്ങളെയും ബാങ്ക് ജീവനക്കാരെയും ചോദ്യം ചെയ്യും. ബാങ്ക് പ്രസിഡന്റിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കേരള ബാങ്ക് ഈ ബാങ്കിന് നൽകുന്ന, അതായത് സഹകരണ സൊസൈറ്റിക്ക് നൽകുന്ന ഈ പണം, ആ പണം പിൻവലിക്കണമെങ്കിൽ, വിഡ്രോ ചെയ്യണമെങ്കിൽ ബാങ്ക് പ്രസിഡന്റിന്റെ കൂടി ഒപ്പ് വേണം. അപ്പോൾ ഈ ചെക്കിൽ ബാങ്ക് പ്രസിഡന്റ് കൂടി ഒപ്പിട്ടിട്ടുണ്ട്. ഇതൊന്നും അറിയാതെയാണോ ബാങ്ക് പ്രസിഡന്റ് ഒപ്പിട്ടത് എന്നൊരു ചോദ്യം ഇപ്പോഴും അവിടെ നിലനിൽക്കുകയാണ്. എന്തായാലും മറ്റുള്ള ഭരണസമിതി അംഗങ്ങളെയും ബാങ്ക് ജീവനക്കാരെയും ഉൾപ്പെടെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ നടപടിക്രമങ്ങളൊക്കെ തന്നെ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. ഈ പ്രതി എന്തിനാണ് ഈ പണം ഉപയോഗിച്ചത് എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ഈ പ്രതിക്ക് ചില സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു, അതിനുവേണ്ടി പണം ഉപയോഗിച്ചു എന്നൊരു നിഗമനവും പോലീസിനുണ്ട്. SK. അരുൺ, ഈ ചട്ടഞ്ചാലിൽ ഒരു ബൈക്ക് അപകടം ഉണ്ടായിട്ടുണ്ടല്ലോ, തസ്നീം എന്നൊരാൾ മരിച്ചു എന്ന വാർത്ത വന്നിട്ടുണ്ടല്ലോ, അതിന്റെ വിവരങ്ങൾ എന്താണ്? ഇന്നലെ രാത്രി 9:30 കൂടിയാണ് ഈ ചട്ടഞ്ചാലിൽ 2 ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത്. ഈ തസ്നീം എന്ന യുവാവിന്റെ സുഹൃത്തും സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ എതിർദിശയിൽ അമിത വേഗതയിൽ വന്ന ബൈക്ക് ഇടിച്ചു കയറുകയായിരുന്നു, നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറുകയായിരുന്നു. സംഭവ സ്ഥലത്ത് തന്നെ ആ സമയത്ത് തന്നെ തസ്ലിമിന് ഗുരുതരമായ പരിക്ക് പറ്റി. തുടർന്ന് കാസർഗോഡ് ജില്ലാ ആശുപത്രിയിലേക്ക് തസ്ലിമിനെ കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത്. ആശുപത്രിയിൽ ഈ മരണം സ്ഥിരീകരിച്ചു. ഇപ്പോൾ കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ തസ്ലിമിൻ്റെ മൃതദേഹമുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. SK. ഓക്കെ, താങ്ക് യു. അരുൺ പാറക്കലാണ് നമുക്കൊപ്പം ചേർന്നത്.